കേരളത്തിലെ ആശുപത്രികളെ വൻകിട വിദേശ കമ്പനികൾ ഏറ്റെടുക്കുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി പ്രവാസി മലയാളി ഡോക്ടർമാരുടെ കൂട്ടായ്മ. ആരോഗ്യരംഗത്തെ ശക്തിപ്പെടുത്തുന്നതിനേക്കാൾ ലാഭമാണ് മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളുടെ ലക്ഷ്യം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ തങ്കവേലുവിന്റെ പേരിൽ മെഡിക്കൽ കോളേജിൽ അമ്യൂണിറ്റി സെന്റർ തുറക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ ദുബായിൽ പറഞ്ഞു. കേരളത്തിലെ ആശുപത്രികളിലും ആരോഗ്യരംഗത്തും വൻ നിക്ഷേപമാണ് വിദേശ കമ്പനികൾ നടത്തുന്നത്. പേരെടുത്ത പല ആശുപത്രികളെയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഭാവിയിൽ സ്വകാര്യ മേഖലയിലെ ചികിത്സാ ചെലവ് കുത്തനെ കൂടാൻ ഇത് കാരണമായേക്കും. രോഗികളുടെ വിവരങ്ങൾ ചോരാനും സാധ്യതയുണ്ടെന്ന ആശങ്കയും ഡോക്ടർമാർ പങ്കുവച്ചു. ഇത് കംപ്ലീറ്റ് ഒരു വലിയ മെഡിക്കൽ ഹോസ്പിറ്റലുകളെല്ലാം ഒരു അമേരിക്കൻ മാത്രമുള്ളതല്ല, ഒരു ഫോറിൻ കമ്പനിക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ സർവ്വ ഡേറ്റയും രോഗങ്ങളെ പറ്റിയുള്ള രേഖ അവരുടെ സ്ഥിതി അറിഞ്ഞുകൊണ്ട് നാളെ അത് ചെയ്തുകൊണ്ട് അതിൻ്റെ മരുന്നുകൾ അവർക്ക് ഇവിടെ ഇറക്കുക. മനസ്സിലായില്ലേ? അവരുടെ കയ്യിലാണ് കൊടുക്കുന്ന മരുന്നുകൾ ഉൾപ്പെടെയുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും വിദേശത്തെ മലയാളി ഡോക്ടർമാരുടെ കൂട്ടായ്മയായ AKMGയും ചേർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കുക. മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ തങ്കവേലുവിന്റെ ഓർമ്മയ്ക്ക് നിർമ്മിക്കുന്ന കേന്ദ്രത്തിൽ ഗവേഷണ സൗകര്യങ്ങൾ, ഡിജിറ്റൽ മെഡിക്കൽ ഹിസ്റ്ററി മ്യൂസിയം, വെർച്വൽ സ്കിൽ ഡെവലപ്മെന്റ് ലാബ് തുടങ്ങിയവയുണ്ടാകും. AKMGയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു നല്ല ശതമാനം അലുമിനി ഇവിടെയുണ്ട്. അപ്പം തീർച്ചയായിട്ടും അവർക്ക് ഇവിടെ എന്ന് പറഞ്ഞ പോലെ അവർക്ക് ലഭിച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ച് അവർ തിരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് തീർച്ചയായിട്ടും ഉള്ളത്. അത് പലരും അതിനനുസരിച്ച് പ്രതികരിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള റെസ്പോൺസിബിൾ ഉണ്ടാകാൻ സാധിക്കും. ഡോക്ടർ MA മുഹമ്മദ്, ഡോക്ടർ സിറാജുദ്ദീൻ P. മൊയ്തീൻ, ഡോക്ടർ കൃഷ്ണപ്രസാദ്, ഡോക്ടർ ഫിറോസ് കഫൂർ, ഡോക്ടർ ജമാലുദ്ദീൻ അബൂബക്കർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.